ഹലോ എവരിവൺ, വെൽക്കം ടു CGK ലെക്ചേഴ്സ്. സോ നമ്മുടെ ഇലക്ട്രോ കെമിസ്ട്രിയുടെ 5ാമത്തെ ക്ലാസ് ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് 5ാമത്തെ ക്ലാസ് നിങ്ങൾ കാണുവാണെങ്കിൽ, ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ വാച്ച് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതിന് മുമ്പിലത്തുള്ള പാർട്ട് 4 കൂടെ എന്ത് ചെയ്യുക, നിങ്ങൾ കണ്ടിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു ക്ലാസ് വാച്ച് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യുക, ഒരു കൺസെപ്റ്റ് ക്ലിയർ ആവും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് എന്താണ്? നമ്മൾ നേൺസ്റ്റ് ഇക്വേഷൻ ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. എന്താണ് ഒരു നേൺസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്? ഒരു ഇലക്ട്രോലൈറ്റിന്റെ കോൺസെൻട്രേഷൻ മാറുന്നതിനനുസരിച്ച് ആ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഉണ്ടാകുന്ന മാറ്റത്തെ പറ്റി പഠിക്കുന്ന ഒരു റിലേഷനാണ് എന്ത്? നേൺസ്റ്റ് ഇക്വേഷൻ നമ്മൾ പഠിച്ചു. എന്നിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്ത് ചെയ്തു? 2 ഇക്വേഷൻസുകൾ മനസ്സിലാക്കി അല്ലേ? അതിൽ ഒന്നാമത്തെ എന്തായിരുന്നു? ഇലക്ട്രോഡ് പൊട്ടൻഷ്യലും അതിന്റെ കോൺസെൻട്രേഷൻ ഓഫ് ഇലക്ട്രോലൈറ്റും തമ്മിലുള്ള ഒരു റിലേഷൻ. എപ്പോഴും Mn++n ഇലക്ട്രോൺ ഗീവ്സ് M എന്ന് പറയുന്ന ഒരു റിഡക്ഷൻ റിയാക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അപ്പോഴുള്ള ഇലക്ട്രോഡ് പൊട്ടൻഷ്യലും അവിടുത്തെ കോൺസെൻട്രേഷൻ ഓഫ് ഇലക്ട്രോലൈറ്റും തമ്മിലുള്ള ഒരു റിലേഷൻ എന്ത് ചെയ്തു? നമ്മൾ പഠിച്ചു. അതെന്തായിരുന്നു? E = E0 - 2.303 RT/NF log 1 കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ അത് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്തു? നമ്മളൊരു ഡാനിയൽ സെല്ലിന്റെ സെൽ പൊട്ടൻഷ്യൽ ഉള്ള ഒരു റിലേഷൻ നമ്മൾ എന്ത് ചെയ്തു? ഡിറൈവ് ചെയ്തു അല്ലേ? അതെന്തായിരുന്നു? E cell = E0 cell - 2.303 RT/NF log ആനോഡിലെടുത്ത ആ ഒരു ഇലക്ട്രോലൈറ്റിന്റെ കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ കാഥോഡിലെടുത്ത ആ ഒരു ഇലക്ട്രോലൈറ്റിന്റെ കോൺസെൻട്രേഷൻ ആയിരുന്നു. അപ്പം ഈ ഒരു കാര്യമായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഒരു ടോപ്പിക്കിലെ മറ്റ് 3 ഇക്വേഷൻസുകളാണ്. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ ഇതും എല്ലാം കൂടെ ചേർത്ത് 5 ഇക്വേഷൻസുകൾ വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? ഈ ഒരു നേൺസ്റ്റ് ഇക്വേഷൻ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യും? നമ്മൾ ഫിനിഷ് ചെയ്യും കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യും? ഇതിലുള്ള പ്രോബ്ലംസ് നമ്മൾ എന്ത് ചെയ്യും? നല്ല രീതിയിൽ സോൾവ് ചെയ്തിട്ട് എന്ത് ചെയ്യും? നിങ്ങൾക്ക് നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും കേട്ടോ. ഈ ഒരു ടോപ്പിക്കിനെ പറ്റി നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് ഉണ്ടാവും. നമുക്കിപ്പോൾ അടുത്ത ഒരു റിലേഷനിലേക്ക് പോകാം. അടുത്ത റിലേഷൻ ഞാൻ നിങ്ങളത് പറഞ്ഞു. എന്ത് തമ്മിലുള്ള റിലേഷനാണ്? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അടുത്ത ഒരു റിലേഷൻ നമ്മൾ പഠിക്കുന്നത് പറയുന്നത് ആ ഒരു സെല്ലിന്റെ പൊട്ടൻഷ്യൽ എന്താണ്? ആ ഒരു സെല്ലിന്റെ പൊട്ടൻഷ്യൽ എപ്പോഴാണ്? സ്റ്റാൻഡേർഡ് കണ്ടീഷനിലുള്ള ആ ഒരു സെല്ലിന്റെ പൊട്ടൻഷ്യൽ E0 സെല്ലും ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് തമ്മിലുള്ള ഒരു റിലേഷൻ. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അറിയേണ്ട കാര്യം, നിങ്ങൾ ഇതെല്ലാം ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾ ബൈഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ നീറ്റ് JEE പോലെ എക്സാമിന് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുക? നിങ്ങളുടെ സമയം ലാഭിക്കാനായിട്ട് ചെയ്യാൻ നിങ്ങൾക്ക് ഇക്വേഷൻസ് ബൈഹാർട്ട് ചെയ്യാം കേട്ടോ. അല്ലാത്ത കേസിലെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒരു ഇക്വേഷനിൽ നിന്ന് ഈസി ആയിട്ട് എന്ത് ചെയ്യാം? മറ്റ് ഇക്വേഷൻസുകൾ എങ്ങനെയാണ് വരുന്നതെന്ന് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് സുഖമായിട്ട് എന്ത് ചെയ്യാം? ആ ഒരു ഇക്വേഷൻസ് ഡെറൈവ് ചെയ്ത് എക്സാമിന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നിങ്ങൾക്ക് ആൻസർ കണ്ടെത്താനായിട്ട് പറ്റും. പക്ഷേ ബൈഹാർട്ട് ചെയ്യാൻ കഴിവുള്ളവരാണ്, ഞങ്ങൾക്ക് ഇതൊക്കെ പെട്ടെന്ന് ഈസി ആയിട്ട് തോന്നുന്നവരാണെങ്കിൽ എന്ത് ചെയ്യുക? അത് കറക്റ്റായിട്ട് ബൈഹാർട്ട് ചെയ്ത് മുന്നോട്ട് പോവുക കേട്ടോ. നിങ്ങൾ നോക്കുക, നമ്മുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എന്താണ്? ഒരു സെല്ലിന്റെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് അതിന്റെ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ E0 സെൽ അല്ലേ? അതിന്റെ സ്റ്റാൻഡേർഡ് സെൽ പൊട്ടൻഷ്യൽ E0 സെൽ മൈനസ് 2.303 RT/NF ലോഗ് എന്താണ്? സിങ്ക് 2+ ബാർ Cu2+ ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു അല്ലേ? അതായത് നമുക്കറിയാം, നമ്മൾ ഡാനിയൽസിൽ വരച്ച കേസിൽ നമ്മൾ എല്ലാ ക്ലാസ്സിലും നമ്മൾ ഈ ഡാനിയൽസിൽ വരയ്ക്കുന്നുണ്ട്. കാരണം നമ്മൾ ഈ ചാപ്റ്റർ നമ്മൾ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്ന നമ്മൾ ബേസ് ആയിട്ടുള്ള കാര്യം എന്താണ്? ഈ ഒരു ഡാനിയൽ സെല്ല് തന്നെയാണ് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ എല്ലാ ക്ലാസ്സിലും എന്ത് ചെയ്യുന്നത്? ഈ ഒരു ഡാനിയൽ സെല്ല് വരയ്ക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുക, നമ്മുടെ ഡാനിയൽ സെല്ല് നമ്മൾ അതിൽ എന്തുണ്ടായിരുന്നു? ഒരു സിങ്ക് ഇലക്ട്രോഡ് ഉണ്ടായിരുന്നു, ഒരു കോപ്പർ ഇലക്ട്രോഡ് ഉണ്ടായിരുന്നു. തമ്മിൽ എന്ത് ചെയ്തു? ഒരു മെറ്റാലിക് വയറിൽ കണക്ട് ചെയ്തു. സെന്റർ നമ്മളൊരു വോൾട്ട് മീറ്റർ വെച്ചായിരുന്നു അല്ലേ? ഞാൻ ഇത് കഴിഞ്ഞ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞു, കുറേ നേരം കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഇതിലുള്ള സിങ്ക് ആറ്റങ്ങളെല്ലാം എന്തായിട്ട് മാറും? സിങ്ക് 2+ ആയിട്ട് ഈ സൊല്യൂഷനിലേക്ക് വരും എന്ന് പറഞ്ഞു. ഈ സൊല്യൂഷനുള്ള കോപ്പർ 2+കളെല്ലാം എന്തായിട്ട് മാറും? കോപ്പർ ആറ്റങ്ങളായിട്ട് മാറിയിട്ട് ഈ ഒരു ഇലക്ട്രോഡിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നു പറഞ്ഞു. അതിനുശേഷം ഇവിടെ ബാക്കിയുള്ള ആരായിരിക്കും? SO4 2- ആയിരിക്കും. അങ്ങനെ കുറേ നേരം കഴിയുമ്പോൾ ഇതിലുള്ള ഈ സിങ്ക് 2+ന്റെ കോൺസെൻട്രേഷനും ഇതിലുള്ള SO4 2- കോൺസെൻട്രേഷൻ എന്ത് ചെയ്യത്തില്ല? വേരി ചെയ്യത്തില്ല, മാറാത്ത ഒരവസ്ഥ വരും. അവർ കോൺസ്റ്റന്റ് ആയിട്ട് വരുന്ന ഒരവസ്ഥ വരും. ആ ഒരു അവസ്ഥയിലാണ് നമ്മൾ പറയുന്നത് ആ സിസ്റ്റം എന്താണ്? എക്വിലിബ്രിയത്തിലായെന്ന് നമ്മൾ പറയാം. ആ സിസ്റ്റം എക്വിലിബ്രിയത്തിലാണ്. കാരണം എന്താണ്? ഇവിടുത്തെ ആ ഒരു അയോണിന്റെ കോൺസെൻട്രേഷനും ഇവിടുത്തെ ആ ഒരു അയോണിന്റെ കോൺസെൻട്രേഷൻ എന്ത് ചെയ്യുന്നില്ല? മാറുന്നില്ല. അങ്ങനെ മാറ്റം ഉണ്ടായില്ലെങ്കിൽ എന്ത് സംഭവിക്കത്തില്ല? ഇവിടെ ഒരു പൊട്ടൻഷ്യൽ ക്രിയേറ്റ് ചെയ്യത്തില്ല അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ആ ഒരു സെല്ലിൽ ആ ഒരു എക്വിലിബ്രിയം കണ്ടീഷനിൽ കാണിക്കുന്ന പൊട്ടൻഷ്യൽ എന്തുമായിരിക്കും? 0 ആയിരിക്കും. കാരണം ഇവിടുത്തെ ആ ഒരു അയോൺസിന്റെ കോൺസെൻട്രേഷൻ ചേഞ്ച് ആവുന്നില്ല, അവർ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ ആ ഒരു സെല്ലിന്റെ പൊട്ടൻഷ്യൽ എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പം അറ്റ് എക്വിലിബ്രിയം എന്തായിരിക്കും? ആക്ച്വലി അറ്റ് എക്വിലിബ്രിയം നമ്മൾ പറയുവാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവണം എന്താണ്? അവിടുത്തെ ഈ സെല്ല്, ആ സെല്ലിന്റെ സെൽ പൊട്ടൻഷ്യൽ എന്തെന്ന് പറയാം? നമുക്ക് 0 എന്ന് പറയാം. ആ സെല്ലിന്റെ സെൽ പൊട്ടൻഷ്യൽ എന്താണ്? 0 ആണ്.
അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾ പരീക്ഷയ്ക്ക് എവിടെയെങ്കിലും നിങ്ങൾ ആ ഒരു എക്വിലിബ്രിയം ഒരു സെല്ലിൻ്റെ എക്വിലിബ്രിയം കണ്ടീഷനിൽ എത്തിയെന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന ആദ്യത്തെ കാര്യം എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അറിയാവുന്ന ഈ ഒരു ഇക്വേഷൻ എന്ത് ചെയ്യുക അതേപോലെ എഴുതുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, അറ്റ് എക്വിലിബ്രിയം കാണുമ്പോൾ ആ ഒരു ഇക്വേഷൻ ഈ സെൽ എന്തായിട്ട് എടുക്കുക, 0 ആയിട്ട് എടുക്കുക. അപ്പോൾ നിങ്ങൾ നോക്കി ഈ സെൽ ഈ ഒരു ഇക്വേഷൻ എനിക്ക് എന്ത് കിട്ടി, 0 എന്ന് കിട്ടി. ബാക്കിയുള്ള ആരുണ്ട്, ഈ 0 സെല്ലുണ്ട് മൈനസ് 2.303 RT/NF log സിങ്ക് 2+ ബാർ Cu2+ന്റെ കോൺസെൻട്രേഷൻ കിട്ടും. നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം കൂടെ, നമ്മുടെ എക്വിലിബ്രിയം കണ്ടീഷനിൽ ഈ ആനോഡിന്റെ ഇലക്ട്രോലൈറ്റിന്റെ കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ കാഥോഡിന്റെ ഇലക്ട്രോലൈറ്റിന്റെ കോൺസെൻട്രേഷനെ നമ്മൾ Kc എന്നാണ് കേട്ടോ ഡിനോട്ട് ചെയ്തത്. Kc അതായത് എക്വിലിബ്രിയം കോൺസ്റ്റന്റ്. എന്താണ് എക്വിലിബ്രിയം കോൺസ്റ്റന്റ്? Kc. എക്വിലിബ്രിയം കോൺസ്റ്റന്റ് Kc, എക്വിലിബ്രിയം കോൺസ്റ്റന്റ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എക്വിലിബ്രിയത്തിലാണ് നിങ്ങളുടെ സിസ്റ്റം എന്ന് കാണുവാണെങ്കിൽ നിങ്ങൾ അറിയേണ്ട രണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് അതിന്റെ ഈ സെൽ അതിന്റെ സെൽ പൊട്ടൻഷ്യൽ 0 ആകും. അതേപോലെ തന്നെ അതിന്റെ ആനോഡിന്റെ ഇലക്ട്രോലൈറ്റിന്റെ കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ അതിന്റെ കാഥോഡിന്റെ ഇലക്ട്രോലൈറ്റിന്റെ കോൺസെൻട്രേഷൻ നമ്മൾ എന്തെന്ന് എടുക്കും, Kc അതായത് എക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ന് എടുക്കും. അപ്പോൾ ഈ ഇക്വേഷൻ എങ്ങനെ മാറും, എനിക്ക് 0 = E0 സെൽ മൈനസ് 2.303 RT/NF log Kc എന്ന് എഴുതി കൂടെ എഴുതാം അല്ലേ. അപ്പോൾ നോക്കി ഇനി എന്ത് ചെയ്യുക, ഇതിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം, നെഗറ്റീവ് ടേമിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. അപ്പോൾ എന്ത് കിട്ടും നമുക്ക്, E0 സെൽ എന്ന് കിട്ടും 2.303 RT/NF എന്തെന്ന് കിട്ടും, log Kc എന്ന് കിട്ടും. ഇതാണ് എന്തെന്ന് പറയുന്നത്, ഒരു എക്വിലിബ്രിയം കണ്ടീഷനിൽ അതിന്റെ സ്റ്റാൻഡേർഡ് സെൽ പൊട്ടൻഷ്യലും അതിന്റെ എക്വിലിബ്രിയം കോൺസ്റ്റന്റ് Kcയും തമ്മിലുള്ള റിലേഷൻ. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് അതിന്റെ സ്റ്റാൻഡേർഡ് സെൽ പൊട്ടൻഷ്യൽ തന്നിട്ട് നിങ്ങൾക്ക് അതിന്റെ എക്വിലിബ്രിയം കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യാം. ഇനി n ഒരു ഡാനിയൽ സെല്ലിന്റെ കേസിൽ എന്താണ് 2 ആണ്, ഒരു സ്റ്റാൻഡേർഡ് ഹൈഡ് ഇലക്ട്രോണിന്റെ കേസിൽ എന്താണ് വരുന്നത് 1 ആണ്. നിങ്ങൾ നോക്കൂ, ഒരു സെൽ പൊട്ടൻഷ്യൽ നിങ്ങൾ മെഷർ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ഇത് ഇത്തിരി കൂടെ സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. എപ്പോഴാണ് ടെമ്പറേച്ചർ 25 ഡിഗ്രി സെൽഷ്യസ്, അതായത് 273 + 25 എത്രയാണ് 298 കെൽവിൻ ആണെന്ന് നമുക്ക് എക്സാമിന് തരുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും ഈ ഒരു 6 നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തതിൻ്റെ തൊട്ട് 8.314 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, ടിക്ക് 298 കെൽവിൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, എഫിന് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു 96487 അല്ലേ, അതാണ് ആ ഒരു എഫിന്റെ വാല്യൂ എന്ന് പറയുന്നത് അല്ലേ. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിലൂടെ സിമ്പിൾ ആയിട്ട് ഇക്വേഷൻ കിട്ടും. E0 സെൽ = 0.0591/n log Kc എന്ന് കിട്ടും. അപ്പം ഇതാണ് എന്തെന്ന് പറയുന്നത്, നമുക്ക് ഇതിലൂടെ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ പക്ഷേ എന്ത് ചെയ്യുക, ഇതിലേക്ക് വരേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്ക് ഇത് പഠിക്കാൻ പറ്റുമെങ്കിൽ പഠിക്കുക. പക്ഷേ എന്ത് ചെയ്യുക, നിങ്ങൾ ഓർത്തിരിക്കുക E0 സെൽ എന്ന് പറയുന്നതാണ് 2.303 RT/NF log Kc ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇതാണ് എന്തെന്ന് പറയുന്നത്, ഒരു സ്റ്റാൻഡേർഡ് സെൽ പൊട്ടൻഷ്യലും അതിൻ്റെ എക്വിലിബ്രിയം കോൺസ്റ്റന്റ് തമ്മിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട അടുത്ത ഒരു ഇക്വേഷൻ, മൂന്നാമത്തെ ഒരു ഇക്വേഷൻ. വളരെ ഈസിയാണ്. എന്ത് ചെയ്യുക, നിങ്ങൾ ഇത് ബൈഹാർട്ട് ചെയ്യേണ്ട ആവശ്യം, നിങ്ങൾക്ക് എക്സാം തന്നെ എന്ത് ചെയ്യാം, ജസ്റ്റ് ആ ഒരു E0 സെല്ലിന് 0 എന്ന് കൊടുക്കുക, കോൺസെൻട്രേഷൻ ഓഫ് ആനോഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് കാഥോഡ് എന്ത് ചെയ്യുക, Kc സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ആ ഇക്വേഷൻ കിട്ടും. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ നോക്കുന്നതെന്ന് പറയുന്നത് അടുത്ത ഒരു റിലേഷനാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഈ സെല്ലും ഗിബ്സ് ഫ്രീ എനർജിയും തമ്മിലുള്ള ഒരു റിലേഷൻ. ഈ സെല്ലും ഗിബ്സ് ഫ്രീ എനർജിയും തമ്മിലുള്ള ഒരു റിലേഷൻ, ഗിബ്സ് ഫ്രീ എനർജി. ഓക്കെ, അപ്പോൾ നിങ്ങൾ അറിയേണ്ട കാര്യം എന്ന് പറയുന്നത് E0 സെല്ലും അല്ലെങ്കിൽ ഈ സെല്ലും രണ്ടും വരും കേട്ടോ. E0 സെല്ലും ഗിബ്സ് ഫ്രീ എനർജി തമ്മിലുള്ള റിലേഷൻ വരും. അല്ലെങ്കിൽ ഈ സെല്ലും അതിൻ്റെ തന്നെ ആ സ്റ്റാൻഡേർഡിൽ അല്ലാത്ത കണ്ടീഷനിലുള്ള ഗിബ്സ് ഫ്രീ എനർജി തമ്മിലുള്ള റിലേഷൻ നമുക്ക് വരും. അതായത് നമുക്ക് ഈ സെല്ലും ഗിബ്സ് ഫ്രീ എനർജി നമ്മൾ ഡെൽറ്റ ജി എന്നാട്ടോ കാണിക്കുന്നത്, ഗിബ്സ് ഫ്രീ എനർജി ചേഞ്ച് ഡെൽറ്റ ജി. അതുകൊണ്ട് E0 സെല്ലും ഡെൽറ്റ G0യും തമ്മിൽ എന്ത് ചെയ്യും, ഒരു റിലേഷൻ വരും. അപ്പം നമ്മൾ അടുത്തത് ആ ഒരു റിലേഷൻ എന്താണ്, ഒരു സെല്ലിൻ്റെ പൊട്ടൻഷ്യലും അതിൻ്റെ ഗിബ്സ് ഫ്രീ എനർജി ചേഞ്ചും തമ്മിലുള്ള ഒരു റിലേഷൻ എന്താണെന്നാണ് അടുത്ത് നമ്മൾ പഠിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. എക്സാം വ്യൂവിൽ എന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷനാണ്. അപ്പം നമുക്കറിയാം, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, എന്താണ് നിങ്ങളുടെ ചെറിയ ക്ലാസ്സുകൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, എന്താണ് പൊട്ടൻഷ്യൽ. എന്താണ് പൊട്ടൻഷ്യൽ നിങ്ങൾ പഠിച്ച എന്താണ് പൊട്ടൻഷ്യൽ? ഒരു യൂണിറ്റ് ചാർജിനെ ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്ക് മൂവ് ചെയ്യാൻ ആവശ്യമായ വർക്കാണ് എന്തെന്ന് പറയുന്നത്, അവിടുത്തെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അതായത് പൊട്ടൻഷ്യൽ എനിക്ക് വർക്ക് ഡൺ ഡിവൈഡഡ് ബൈ ചാർജ് എന്ന് എഴുതി കൂടെ, വർക്ക് ഡൺ ഡിവൈഡഡ് ബൈ ചാർജ് ആണ് പൊട്ടൻഷ്യൽ. കാരണം എന്താണ്, ഒരു യൂണിറ്റ് ചാർജിനെ
ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്ക് മൂവ് ചെയ്യാൻ ആവശ്യമായ വർക്കാണെന്ന് പറയുന്നത് അതിൻ്റെ പൊട്ടൻഷ്യൽ. അങ്ങനെയാണെങ്കിൽ വർക്ക് എനിക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? വർക്ക് ഈസ് ഈക്വൽ ടു ചാർജ് ഇൻറ്റു പൊട്ടൻഷ്യൽ. നമ്മളൊരു ഗാൽവനിക് സെല്ല് ചെയ്യുന്ന വർക്കാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഒരു ഗാൽവനിക് സെല്ല് ആ ഒരു സെല്ല് ചെയ്യുന്ന വർക്ക് അതല്ലേ, അതെന്ന് വെച്ചാൽ ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ അതൊരു വർക്ക് ചെയ്യുന്നുണ്ടല്ലോ, ആ ഒരു വർക്കിനാണ് നമ്മൾ വർക്കായിട്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ വർക്ക് ഈസ് ഈക്വൽ ടു ചാർജ് ഇൻറ്റു പൊട്ടൻഷ്യൽ നമുക്ക് എഴുതാം. അപ്പോൾ നമുക്ക് രണ്ട് ടേം അറിയണം, ചാർജ് അറിയണം, പൊട്ടൻഷ്യൽ അറിയണം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ ഒരു വർക്ക് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് അതിൻ്റെ ചാർജിനെ കണ്ടുപിടിക്കുന്നു, ചാർജ്. ഓക്കെ, നിങ്ങൾക്കറിയാം ഒരു ഗാൽവനിക് സെല്ലിൽ ആക്ച്വലി എന്താണ് നടക്കുന്നത്? ഇലക്ട്രോണുകളുടെ ഫ്ലോ ആണല്ലേ നടക്കുന്നത്. സിംഗിളിൽ നിന്ന് 2 ഇലക്ട്രോൺ ആർക്ക് കൊടുത്തു? കോപ്പറിന് കൊടുത്തു അല്ലേ. അപ്പോൾ 2 ഇലക്ട്രോൺ അവിടെ മൂവ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്കറിയാം ഒരു ഇലക്ട്രോണിൻ്റെ ചാർജ് എത്ര? ചാർജ് ഓഫ് 1 ഇലക്ട്രോൺ എത്ര? നിങ്ങൾ പഠിച്ചതാണ്. ചാർജ് ഓഫ് 1 ഇലക്ട്രോൺ എത്ര? 1.6 ഇൻറ്റു 10⁻⁻19 കൂളോം ആണ്. ഓക്കെ, ഒരു ഇലക്ട്രോണിൻ്റെ ചാർജ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചോദിക്കാം ഒരു മോൾ ഇലക്ട്രോണിൻ്റെ ചാർജ് എത്ര? ഒരു മോൾ ഇലക്ട്രോൺ, അതായത് ചാർജ് ഓഫ് 1 മോൾ ഓഫ് ഇലക്ട്രോൺ എത്രയാണ് വരുന്നത്? എന്ത് ചെയ്യണം? ഒരു ഇലക്ട്രോണിൻ്റെ ചാർജിനെ അവോഗാഡ്രോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് കിട്ടും? ഒരു മോൾ ഇലക്ട്രോണിൻ്റെ ചാർജ് കിട്ടും. അത് അവോഗാഡ്രോ നമ്പർ നമ്മൾ ക്യാപിറ്റൽ എൻ ചെറിയ എ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത് അല്ലേ. ഇൻറ്റു 1.6 ഇൻറ്റു 10⁻⁻19 കിട്ടും. അവോഗാഡ്രോ നമ്പർ എത്രയാണ്? 6.022 ഇൻറ്റു 10⁻23 ആണല്ലേ. ഇൻറ്റു എന്ത് വരും? 1.6 ഇൻറ്റു 10⁻⁻19 എനിക്ക് എഴുതി കൂടെ? എഴുതാം അല്ലേ. ഇനി നിങ്ങൾ നോക്കിയേ, 6.022 ഇൻറ്റു 1.6 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 9.6 എന്ത് കിട്ടും? 9.6 എന്ന് കിട്ടും അല്ലേ. 9.6487 കിട്ടും. ഇൻറ്റു 10⁻23 10⁻⁻19 10⁻23 ഇൻറ്റു 10⁻⁻19 അല്ലേ. 10⁻A ഇൻറ്റു 10⁻B എന്താണ്? 10⁻ എന്താണ്? ഇതിൽ നമ്മൾ സബ്ട്രാക്ട് ചെയ്യാം അല്ലേ. ഓക്കെ, 23 19 കുറയ്ക്കുമ്പോൾ എത്ര നമുക്ക്? 4 കിട്ടും അല്ലേ. എന്ത് കിട്ടും? 96487 കിട്ടും നമുക്ക്. 23 മൈനസ് 19. അപ്പം 96487 എന്താണ്? അതാണ് ഒരു മോൾ ഇലക്ട്രോണിന്റെ ചാർജ് എന്ന് പറയുന്നത്. ഒരു മോൾ ഇലക്ട്രോണിന്റെ ചാർജ് നമുക്ക് 96487 കിട്ടി. ഈ ഒരു നമ്പർ നിങ്ങൾക്ക് കണ്ട് ഓർമ്മ കാണും. എന്താണത്? ഇതൊരു ഫാരഡേ ആണ് അല്ലേ. ഒരു ഫാരഡേ ആണിത്. അപ്പോൾ ഒരു ഫാരഡേ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു മോൾ ഇലക്ട്രോണിന്റെ ചാർജിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത്. ഒരു ഫാരഡേ എന്ന് വിളിക്കുന്നത് ഒരു മോൾ ഇലക്ട്രോണിന്റെ ചാർജ്. അങ്ങനെയാണ് നിങ്ങൾ നോക്കി n മോൾ ഇലക്ട്രോണിന്റെ ചാർജ് എന്താണ്? ചാർജ് ഓഫ് n മോൾ ഓഫ് ഇലക്ട്രോൺ നമുക്ക് എങ്ങനെ എഴുതാം? ചാർജ് ഓഫ് n മോൾ ഓഫ് ഇലക്ട്രോൺ എന്തായിട്ട് മാറും? അത് n ഫാരഡേ ആണ്. കാരണം എന്താണ്? ഒരു മോൾ ഇലക്ട്രോണിന്റെ ചാർജ് 1 ഫാരഡേ ആണ്. അങ്ങനെ n മോൾ ഇലക്ട്രോണിന്റെ ചാർജ് എന്താണ്? n കൊണ്ട് മൾട്ടിപ്ലൈ അല്ലേ. n ഇൻറ്റു f എന്താണ്? nf എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് ചാർജ് കിട്ടി. എന്താണ്? nf ആണെന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ഈ വർക്ക് ഡണിൽ നമുക്ക് ചാർജ് വേണമായിരുന്നു, പൊട്ടൻഷ്യൽ വേണമായിരുന്നു. ഇപ്പോൾ നമുക്ക് ചാർജിനെ കിട്ടി. എന്താണ്? nf എന്ന് കിട്ടി. ചാർജ് nf എന്ന് കിട്ടി. ഇനി നിങ്ങൾ നോക്കുക പൊട്ടൻഷ്യൽ. പൊട്ടൻഷ്യൽ എന്താണ്? ഒരു ഗാൽവനിക് സെല്ലിനെ സംബന്ധിച്ചോളം അതിന്റെ സെല്ലിന്റെ പൊട്ടൻഷ്യൽ അല്ലേ. പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ അതിന്റെ സെല്ലിന്റെ പൊട്ടൻഷ്യൽ, അതായത് ഈ കാഥോഡ് മൈനസ് ഈ ആനോഡ് ആണ് അല്ലേ. അതെന്താണ്? അതതിന്റെ ഈ സെല്ലല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്റെ വർക്ക് ഡൺ എങ്ങനെ എഴുതാം? വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ചാർജ് ഇൻറ്റു പൊട്ടൻഷ്യൽ. ചാർജ് ഇപ്പൊ nf എന്ന് കിട്ടി. പൊട്ടൻഷ്യൽ ഒരു ഗാൽവനിക് സെല്ലിനെ സംബന്ധിച്ചോളം ഞാൻ പറഞ്ഞു ഈ സെല്ലാണെന്നല്ലേ. വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു nf ഈ സെൽ എന്ന് നിങ്ങൾക്ക് കിട്ടി. ഇനി നിങ്ങൾ നോക്കേണ്ട കാര്യം, ഒരു ഗാൽവനിക് സെല്ലിൽ ആക്ച്വലി എന്തോ സംഭവിക്കുന്നത്? ഒരു ഗാൽവനിക് സെല്ലിൽ ആക്ച്വലി എന്തോ സംഭവിക്കുന്നത്? ആ ഗാൽവനിക് സെല്ലിൽ ഒരു വർക്ക് ചെയ്യുന്നുണ്ടല്ലേ. ആ സിസ്റ്റം ഒരു വർക്ക് ചെയ്യുന്നുണ്ട്. വർക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു? ആ സിസ്റ്റത്തിന് എനർജി എന്ത് ചെയ്യുന്നുണ്ട്? കുറയുന്നുണ്ടല്ലേ. അതായത് വർക്ക് ഡൺ ബൈ എ ഗാൽവനിക് സെൽ എന്ന് പറയുന്നത് എന്താണ്? അതിന് ഡിക്രീസ് ഇൻ ഫ്രീ എനർജിയാണ്. എന്താണ്? ഡിക്രീസ് ഇൻ ഗിബ്സ് ഫ്രീ എനർജി. കാരണം ആ സിസ്റ്റം വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ എനർജി എന്ത് ചെയ്യാണ്? കണ്ടിന്യൂസ് ആയിട്ട് കുറയാണ് അല്ലേ. അപ്പോൾ അത് ഡിക്രീസ് ആണ് അല്ലേ. ആ ഒരു ഗിബ്സ് ഫ്രീ എനർജി എന്ത് ചെയ്യാണ്? ഡിക്രീസ് ചെയ്യാണ്. അതുകൊണ്ട് തന്നെ വർക്ക് ഡൺ എന്ന് പറയുന്നത് മൈനസ് ഡെൽറ്റ ജി ആണ് കേട്ടോ. മൈനസ് ആണ്. കാരണം എന്താണ്? അത് സിസ്റ്റം വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ എനർജി ഡിക്രീസ് ചെയ്യാണ്. അതുകൊണ്ട് തന്നെ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ മൈനസ് ഡെൽറ്റ ജി ആണ്. മൈനസ് ഡെൽറ്റ ജി നമുക്ക് nf ഈ സെൽ എന്ന് കിട്ടും. അങ്ങനെ നമുക്ക് ഡെൽറ്റ ജിക്ക് എങ്ങനെ ഇക്വേഷൻ കൊടുക്കാം? ഡെൽറ്റ ജി ഈസ് ഈക്വൽ ടു മൈനസ് nf ഈ സെൽ ആണ് എന്തെന്ന് പറയുന്നത് ഒരു ഗിബ്സ് ഫ്രീ എനർജി ചേഞ്ചും അതിൻ്റെ സെൽ പൊട്ടൻഷ്യലും തമ്മിലുള്ള ഒരു റിലേഷൻ. നിങ്ങൾ പുസ്തകത്തിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ 6 കൂടെ കാണാം കേട്ടോ. ഇവിടെ 6 അവർ കാണിച്ചിട്ടുണ്ട്, വേറെ ഒന്നുമില്ല. അതൊരു ഗിബ്സ് ഫ്രീ എനർജി ഓഫ് റിയാക്ഷൻ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അവർ ടെക്സ്റ്റ് ബുക്കിൽ കാണിച്ചതാണ്. പക്ഷേ സെയിം സംഭവം തന്നെയാണെന്ത്? ഒരു
ഡെൽറ്റ ജി എന്ന് പറയുന്നത് എന്താണ്, മൈനസ് എൻ എഫ് ഈ സെല്ലാണ്. അതിൽ എൻ എന്താണ്, ആ ഒരു റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. എഫ് എന്താണ്, ഫാരഡേസ് കോൺസ്റ്റന്റ്, അതായത് 96487. ആൻഡ് ഈ സെൽ എന്താണ്, അതിന്റെ സെൽ പൊട്ടൻഷ്യൽ. ഇനി അതൊരു സ്റ്റാൻഡേർഡ് കണ്ടീഷൻ ആണെന്ന് വിചാരിക്കുക. അതായത് എന്താ, നമ്മൾ ആ 2 ഇലക്ട്രോലൈറ്റിന്റെ കോൺസെൻട്രേഷൻ എന്താക്കി എടുത്തു, 1 മോളർ ആക്കി എടുത്തു. അവിടുത്തെ ടെമ്പറേച്ചർ എത്ര ആക്കി എടുത്തു, 298 കെൽവിൻ ആയിട്ട് എടുത്തു. അവിടുത്തെ പ്രഷർ 1 ബാർ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ ഒരു സെല്ല് സ്റ്റാൻഡേർഡ് കണ്ടീഷൻ ആവും. അപ്പോഴുള്ള അവിടുത്തെ ഗിബ്സ് ഫ്രീ എനർജി ചേഞ്ച് എന്താ, വളരെ സിമ്പിൾ ആണ്. അതിന് നമ്മൾ സ്റ്റാൻഡേർഡ് ഗിബ്സ് ഫ്രീ എനർജി ചേഞ്ച് എന്ന് വിളിക്കും. അതിന് മൈനസ് എൻ എഫ് എന്തെന്ന് കിട്ടും, അവിടുത്തെ സ്റ്റാൻഡേർഡ് സെൽ പൊട്ടൻഷ്യൽ കൺസിഡർ ചെയ്യണം കേട്ടോ. നമുക്ക് സ്റ്റാൻഡേർഡ് കണ്ടീഷനാണ് മെൻഷൻ ചെയ്തിരിക്കുന്നതെങ്കിൽ നിങ്ങൾ അവിടെ സ്റ്റാൻഡേർഡ് സെൽ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കുന്നു. അതിൽ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ് ഗിബ്സ് ഫ്രീ എനർജി ഓഫ് റിയാക്ഷൻ കണ്ടുപിടിക്കാം. ഇനി അവിടെ നിങ്ങൾക്ക് സെൽ പൊട്ടൻഷ്യൽ ആണ് തന്നിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഗിബ്സ് ഫ്രീ എനർജി ചേഞ്ച് കണ്ടുപിടിക്കണം. എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അവിടെ മൈനസ് എൻ എഫ് ഈ സെല്ല് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ ഗിബ്സ് ഫ്രീ എനർജി ചേഞ്ച് കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഒരു സെല്ലിന്റെ പൊട്ടൻഷ്യലും അതിന്റെ ഗിബ്സ് ഫ്രീ എനർജിയും തമ്മിലുള്ള ഒരു റിലേഷൻ നമ്മൾ മനസ്സിലാക്കി. എന്തുകൊണ്ടാണ് ഈ ഒരു നെഗറ്റീവ് ചാർജ് വന്നതിന്റെ കാരണം എന്താണ്, ഒരു ഗാൽവനിക് സെല്ലിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ വർക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അതിന്റെ എനർജി എന്ത് ചെയ്യും, കുറഞ്ഞുകൊണ്ടേ ഇരിക്കില്ല. സിസ്റ്റം ഒരു വർക്ക് ചെയ്യുമ്പോൾ അതിന്റെ എനർജി എന്ത് ചെയ്യുന്നുണ്ട്, സറൗണ്ടിങ്ങിലേക്ക് പോകുന്നുണ്ട്. അതായത് എന്ത് ചെയ്യും, അതിന്റെ എനർജി കുറയുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഒരു നെഗറ്റീവ് ചാർജ് കാണിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിലേഷൻ കൂടെ ഈ ഒരു പാർട്ടിൽ പഠിക്കാനായിട്ടുണ്ട് കേട്ടോ. അതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പം ഡിറൈവ് ചെയ്ത ആ ഇക്വേഷൻസുകൾ അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. അതായത് ഇതിന്റെ ഗിബ്സ് ഫ്രീ എനർജിയും എക്വിലിബ്രിയം കോൺസ്റ്റന്റും തമ്മിലുള്ള ഒരു റിലേഷൻ. ഗിബ്സ് ഫ്രീ എനർജിയും എക്വിലിബ്രിയം കോൺസ്റ്റന്റും തമ്മിലുള്ള ഒരു റിലേഷൻ, എക്വിലിബ്രിയം കോൺസ്റ്റന്റ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം, ഞാൻ പറഞ്ഞ ഒരു സിസ്റ്റം എക്വിലിബ്രിയം ആകുമ്പോൾ അതിന്റെ ഇ സെൽ എന്തായിട്ട് മാറുമെന്ന് പറഞ്ഞു, അതിന്റെ ഇ സെൽ 0 ആയിട്ട് മാറുമെന്ന് പറഞ്ഞു. അപ്പൊ എക്വിലിബ്രിയം കോൺസ്റ്റന്റ് വരുന്ന കേസിൽ നമ്മൾ E0 സെല്ലിലാണ് നമുക്ക് ഒരു ഇക്വേഷൻ കിട്ടുന്നത് അല്ലേ. അങ്ങനെ E0 സെൽ ഇക്വേഷൻ വരുവാണെങ്കിൽ ഇവിടെ ഗിബ്സ് ഫ്രീ എനർജി എന്തായിരിക്കും, അത് സ്റ്റാൻഡേർഡ് ഗിബ്സ് ഫ്രീ എനർജി ആയിരിക്കും അല്ലേ, ഡെൽറ്റ ജി 0 ആയിരിക്കും. കാരണം നമ്മൾ എക്വിലിബ്രിയം കോൺസ്റ്റന്റ് എടുക്കുമ്പോൾ എക്വിലിബ്രിയം വരുന്ന കണ്ടീഷനിൽ ഇ സെൽ 0 ആവും, പിന്നെ ഉള്ളത് എന്താണ്, E0 സെല്ലാണ്. അപ്പൊ നമ്മൾ അത് ഉപയോഗിച്ച് ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യുമ്പോൾ ഇവിടെ എന്താണ്, ഡെൽറ്റ ആർ ജി 0 ആണ് വരുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു ഗിബ്സ് ഫ്രീ എനർജി ചേഞ്ച് ഒരു ഇക്വേഷൻ ഇപ്പം പഠിച്ചായിരുന്നല്ലോ, എന്തായിരുന്നു, ഡെൽറ്റ ജി 0 ഇസിക്കൽ ടു മൈനസ് എൻ എഫ് E0 സെൽ എന്ന് നമ്മൾ പഠിച്ചു അല്ലേ. ഇനി E0 സെൽ നമുക്ക് ഇക്വേഷൻ ഡിറൈവ് ചെയ്തായിരുന്നു. എന്താണ്, E0 സെൽ ഇസിക്കൽ ടു എന്തെന്ന് കിട്ടിയാൽ നമുക്ക് 2.303 RT by NF log KC എന്ന് ഞാൻ ഇപ്പോൾ ഒരു ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തായിരുന്നു അല്ലേ. ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തു. ഇനി നിങ്ങൾ നോക്കി, ഈ ഒരു ഇക്വേഷനിൽ E0 സെല്ലിന് പകരം എനിക്ക് ഈ ഒരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇവിടെ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഡെൽറ്റ ജി 0 എന്തായിട്ട് വരും, ഡെൽറ്റ ജി 0 ഇസിക്കൽ ടു മൈനസ് എൻ എഫ് ഇൻറ്റു 2.303 RT by NF ലോഗ് കേസി എഴുതി കൂടെ എഴുതാം അല്ലേ. ഇനി എന്ത് ചെയ്യും, ഇതും വെട്ടിപ്പോവും. അപ്പോൾ എന്ത് കിട്ടും, 2.303 RT മൈനസ് ഉണ്ട് കേട്ടോ, മൈനസ് 2.303 RT ലോഗ് കേസി എന്ന് കിട്ടും. എന്ത്, ഡെൽറ്റ ജി 0, അതായത് സ്റ്റാൻഡേർഡ് കണ്ടീഷനിൽ അല്ലേ. അത് സ്റ്റാൻഡേർഡ് കണ്ടീഷനിലുള്ള ഗിബ്സ് ഫ്രീ എനർജി ചേഞ്ചും അതിന്റെ എക്വിലിബ്രിയം കോൺസ്റ്റന്റ് തമ്മിൽ നമുക്കൊരു ഇക്വേഷൻ കിട്ടി. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തത്, നമ്മൾ ആ ബേസിക് ആയിട്ടുള്ള ആ ഒരു നേൺസ്റ്റ് ഇക്വേഷൻ ഇ സെൽ ഇസിക്കൽ ടു E0 സെൽ മൈനസ് 2.303 RT by NF ലോഗ് ആ ആനോഡിലെടുത്ത ഇലക്ട്രോലൈറ്റിന്റെ കോൺസെൻട്രേഷൻ ബൈ കാഥോഡിലെടുത്ത ഇലക്ട്രോലൈറ്റിന്റെ കോൺസെൻട്രേഷനിൽ നിന്നാണ് എന്ത് ചെയ്തത്, ഈ എല്ലാ ഇക്വേഷൻസും ഡിറൈവ് ചെയ്തത്. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഇതൊന്നും എന്ത് ചെയ്യേണ്ട കാര്യമില്ല, ബൈഹാർട്ട് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആ ഒരു ഇക്വേഷൻസ് ഡിറൈവ് ചെയ്യാൻ പറ്റും. പക്ഷേ എന്ത് ചെയ്യുക, നമ്മൾ എൻട്രൻസ് ലെവലിൽ മുന്നോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ഇക്വേഷൻസ് ബൈഹാർട്ട് ചെയ്ത് നമ്മുടെ സമയം ലാഭിക്കാനായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഇക്വേഷൻസ് ബൈഹാർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട് കേട്ടോ. കാരണം നമുക്ക് എല്ലാ പ്രോബ്ലംസും ചെയ്യാൻ പറ്റില്ല, നിശ്ചിത ടൈമിൽ സോൾവ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. കാരണം നമ്മൾ ഡിറൈവ് ചെയ്തിരിക്കുകയാണെങ്കിൽ നമുക്ക് ടൈം കിട്ടത്തില്ല. അല്ലാത്ത കേസിൽ എന്ത് ചെയ്യുക, നിങ്ങളതിൻ്റെ കൺസെപ്റ്റ് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യുക, ഇക്വേഷൻസ് ഡിറൈവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ട് കുറച്ച് ഒരു 5 ഇക്വേഷൻസ് അല്ലേ. അപ്പോൾ ഒന്നാമത്തെ ഇതായിരുന്നു ആ ഒരു ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ അല്ലേ, ഇയും ആ ഒരു കോൺസെൻട്രേഷൻ ഓഫ് ഇലക്ട്രോലൈറ്റും തമ്മിൽ നമ്മൾ പഠിച്ച ഒരു ഇക്വേഷൻ എന്താണത്, ഇ ഇസിക്കൽ ടു E0 മൈനസ് 2.303 RT by NF എന്ത് നേടി നമ്മൾ, ലോഗ് 1 ബൈ ആ ഒരു ഇലക്ട്രോഡിന്റെ എടുത്ത ഒരു ഇലക്ട്രോലൈറ്റിന്റെ കോൺസെൻട്രേഷൻ അല്ലേ, 1/mn+ എന്ന് വിളിച്ചു. ഏതാണ് ഒരു റിഡക്ഷൻ റിയാക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്തത്. അപ്പോൾ എപ്പോഴാണ് mn++ n ഇലക്ട്രോൺ ഗീവ്സ് m എന്ന് പറയുന്ന റിഡക്ഷൻ റിയാക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്താൽ ആ ഒരു ഇലക്ട്രോണിന്റെ പൊട്ടൻഷ്യൽ ആണ് എന്ത്, E ഇസിക്കൽ ടു E0 മൈനസ് 2.303 RT by NF ലോഗ് 1/mn+ നമ്മൾ എഴുതിയത്. രണ്ടാമത്തെ നമ്മൾ എന്ത് പഠിച്ചത്, ഒരു സെല്ലിന്റെ പൊട്ടൻഷ്യൽ അല്ലേ. ഈ സെൽ എന്ന് പറയുന്ന ഒരു നേഴ്സ് ഇക്വേഷൻ വെച്ച് എഴുതാം, E0 സെൽ മൈനസ്
2.303 RT/NF ലോഗ് എന്ത് എഴുതണം? ആ ആനോഡിലെടുത്ത ആളുടെ ആ ഒരു ഇലക്ട്രോലൈറ്റിന്റെ കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ കാഥോഡിലെടുത്ത ആ ഒരു ഇലക്ട്രോലൈറ്റിന്റെ കോൺസെൻട്രേഷൻ. അതുപോലെ ഡാനിൽസന്റെ കേസിൽ എന്ത് വരും? ആനോഡ് ബൈ കാഥോഡ് എന്ന് വരും. അത് സിങ്ക് 2+ന്റെ കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ കോപ്പർ 2+ന്റെ കോൺസെൻട്രേഷൻ വരും അല്ലേ. ഇനി മൂന്നാമത്തെ ഇക്വേഷൻ നമ്മൾ എന്താണ് പഠിച്ചത്? ഒരു സ്റ്റാൻഡേർഡ് സെൽ പൊട്ടൻഷ്യലും എന്തും തമ്മിലുള്ള റിലേഷൻ, അതിന്റെ എക്വിലിബ്രിയം കോൺസ്റ്റന്റ് തമ്മിലുള്ള റിലേഷൻ എപ്പോഴായിരുന്നു? അതിന്റെ ഈ സെൽ 0 ആവുന്ന കേസിൽ അല്ലേ. അപ്പൊ നമുക്ക് എന്ത് കിട്ടിയായിരുന്നു? 2.303 RT/NF എന്ന് കിട്ടി നമുക്ക് ലോഗ് KC കിട്ടി അല്ലേ. KC എന്തായിരുന്നു? എക്വിലിബ്രിയം കോൺസ്റ്റന്റ് അല്ലേ. Zn2+ ബൈ Cu2+ന്റെ കോൺസെൻട്രേഷൻ ആണ് നമ്മൾ എന്ത് വിളിച്ചത്? എക്വിലിബ്രിയം കോൺസ്റ്റന്റ് KC എന്ന് നമ്മൾ വിളിച്ചത്. ഇനി അടുത്തത് നമ്മൾ എന്തായിരുന്നു നാലാമത് ചെയ്തത്? ഒരു ഗിബ്സ് ഫ്രീ എനർജിയും അതിന്റെ സെൽ പൊട്ടൻഷ്യൽ അല്ലെ, സെല്ലും തമ്മിലുള്ള ഒരു റിലേഷൻ എന്തായിരുന്നു? അത് ഗിബ്സ് ഫ്രീ എനർജി ഡെൽറ്റ ജി എന്ന് പറയുന്നത് -NF ഈ സെല്ലാണ് നമ്മൾ പഠിച്ചു. എന്നാൽ അത് സ്റ്റാൻഡേർഡ് കണ്ടീഷനിൽ സ്റ്റാൻഡേർഡ് ഗിബ്സ് ഫ്രീ എനർജി എന്താണ്? -NF E0 സെല്ലാണ് നമ്മൾ പഠിച്ചു. ഇനി അഞ്ചാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചത് ഗിബ്സ് ഫ്രീ എനർജി അതിന്റെ എക്വിലിബ്രിയം കോൺസ്റ്റന്റ് തമ്മിലുള്ള റിലേഷൻ. അതെന്തായിരുന്നു? സ്റ്റാൻഡേർഡ് ഗിബ്സ് ഫ്രീ എനർജി ചേഞ്ച് എന്ന് പറയുന്നത് എന്തായിരുന്നു? -2.303 RT ലോഗ് KC എന്ന് നമ്മൾ പഠിച്ചു. അങ്ങനെ ഒരു പ്രധാനപ്പെട്ട 5 ഇക്വേഷൻസ് ആണ് എന്ത് ചെയ്തത് നമ്മൾ പഠിച്ചത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഇതിന്റെ എല്ലാം എന്ത് ചെയ്യും? ആ ഒരു ക്വസ്റ്റ്യൻസ് കറക്റ്റായിട്ട് സോൾവ് ചെയ്ത് എന്ത് ചെയ്യും നമ്മൾ മനസ്സിലാക്കും. അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ കൺസെപ്റ്റ് വൈസ് എന്ത് ചെയ്യുക? നിങ്ങൾ ഈ ഒരു 5 ഇക്വേഷൻസുകൾ പഠിച്ചു വെക്കുക. നിങ്ങൾ ബൈഹാർട്ട് ചെയ്യാനാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു ഡെൽറ്റ ജി വരുന്ന ഈ ഒരു 2 കേസിൽ എന്തുകൊണ്ട് ഇവിടെ മൈനസ് സൈൻ ഉണ്ട് കേട്ടോ. എന്നാൽ E0 സെല്ലും ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് തമ്മിലുള്ള റിലേഷൻ എന്തില്ല? മൈനസ് ഇല്ല. അപ്പം ബൈഹാർട്ട് ചെയ്യുമ്പോൾ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ വരും. നമുക്ക് സൈനൊക്കെ എന്ത് ചെയ്യും? അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. പക്ഷേ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് നിങ്ങൾ പഠിക്കാൻ എന്ത് ചെയ്തില്ല? നിങ്ങൾ ഒരിക്കലും അത് മറക്കത്തില്ല കേട്ടോ. അപ്പോൾ അത് കൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് തന്നെ പഠിച്ചതിന് ശേഷം എന്ത് ചെയ്യുക? അത് ബൈഹാർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ബൈഹാർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ കേട്ടോ. അപ്പം അത്രയും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്ത് നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്തു? നേൺസ്റ്റ് ഇക്വേഷനെ പറ്റി പറഞ്ഞു. നേൺസ്റ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോഡിന്റെ കോൺസെൻട്രേഷനും ആ ഇലക്ട്രോഡിന്റെ പൊട്ടൻഷ്യലും തമ്മിലുള്ള റിലേഷനാണ് നമ്മൾ പറഞ്ഞു. അതിനുശേഷം നേൺസ്റ്റ് ഇക്വേഷൻ ഉപയോഗിച്ച് നമ്മുടെ ഇലക്ട്രോഡിന്റെ പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ എഴുതി. അതിനുശേഷം നമ്മുടെ സെല്ലിന്റെ പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ എഴുതി. പിന്നെ അത് ഉപയോഗിച്ച് എക്വിലിബ്രിയം കണ്ടീഷനിൽ ഒരു E0 സെല്ലും സ്റ്റാൻഡേർഡ് സെൽ പൊട്ടൻഷ്യലും എക്വിലിബ്രിയം കോൺസ്റ്റന്റ് തമ്മിലുള്ള റിലേഷൻ നമ്മൾ എഴുതി. അതിനുശേഷം നമ്മൾ ഡെറൈവ് ചെയ്ത് എന്തായിരുന്നു? ഗിബ്സ് ഫ്രീ എനർജിയും സെൽ പൊട്ടൻഷ്യലും തമ്മിലുള്ള ഒരു റിലേഷൻ നമ്മൾ ഡെറൈവ് ചെയ്തു. അപ്പോൾ നമ്മൾ പറഞ്ഞു സ്റ്റാൻഡേർഡ് കണ്ടീഷനിൽ ഡെൽറ്റ G0 എന്ന് പറയുന്നത് -NF E0 സെല്ലാകും നമ്മൾ പറഞ്ഞു. പിന്നെ ഈ ഒരു വാല്യൂ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഈ ഒരു ഇക്വേഷനിലേക്ക് നമ്മൾ E0 സെല്ലിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിനാൽ ഈ ഒരു ഇക്വേഷനിലേക്ക് നമ്മൾ E0 സെല്ലിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു? ആ ഒരു ഗിബ്സ് ഫ്രീ എനർജി ചേഞ്ച് സ്റ്റാൻഡേർഡ് കണ്ടീഷനിലുള്ള ഗിബ്സ് ഫ്രീ എനർജിയും അവിടുത്തെ എക്വിലിബ്രിയം കോൺസ്റ്റന്റും തമ്മിൽ ഒരു റിലേഷൻ കൂടെ എന്ത് ചെയ്തു? നമ്മൾ ഡെറൈവ് ചെയ്തു. അപ്പോൾ വളരെ ഈസിയാണ്. നിങ്ങൾ കൺസെപ്റ്റ് വൈസ് ആണ് എന്ത് ചെയ്യുക? അത് മനസ്സിലാക്കുക കേട്ടോ.